സ്ത്രീകൾ കമ്പോളത്തിലെ വിൽപ്പന ചരക്കാക്കുന്ന ഒരു വൻ മാഫിയയുടെ വാർത്തകളാണ് ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുന്നത്. ചതിച്ച് കച്ചവടം നടത്തുന്ന സെക്സ് റാക്കറ്റിന്റെ ചതിക്കുഴിലേക്ക് മോഡലുകളെയും സ്ത്രീകളെയും പെടുത്തുന്ന സംഘത്തെക്കുറിച്ചുള്ള ഓരോ വിവരങ്ങൾ പുറത്തു വരുന്നു. 24 ബിഗ് എക്സ്ക്ലൂസീവ്. മോഡലിംഗ് മറവിൽ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും നടത്തിയ കേസിൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് 24. ദുബായിൽ എത്തിച്ച ശേഷം മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി നഗ്ന ദൃശ്യങ്ങൾ വീട്ടിലേക്ക് അയച്ചു നൽകിയെന്ന് പരാതിക്കാരുടെ വെളിപ്പെടുത്തൽ. അന്വേഷിക്കാൻ SIT രൂപീകരിച്ചതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാൽരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കി. രാജ്യാന്തര റാക്കറ്റ് തന്നെ ഇതിന് പിന്നിലുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മൊത്തം 5 പേരെയാണ് പ്രതികളാക്കിയിരിക്കുന്നത്. എല്ലാം സ്ത്രീകളാണ്. പ്രതികളാക്കിയ 5 പേരിൽ 3 പേർ ഇപ്പോൾ പിടിയിലായി. അന്ന് ആദ്യത്തെ ഇവരെന്നോട് പറഞ്ഞു, എനിക്കൊരു ക്ലയന്റ് ഉണ്ട്, ഞാൻ പറയും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നെ പിടിച്ചൊരു കുട്ടി അടിക്കുകയും ബലമായിട്ട് ഡ്രിങ്ക്സിൽ എന്തോ ഒരു വെള്ളപ്പൊടി കലക്കി തന്ന് കുടിപ്പിക്കുകയും ബോധം പോകുന്ന രീതിയിലാക്കിയിട്ട് അവരുടെ വേറെ ആൾക്കാർ വരെ പോവുകയൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയാണ്. പരാതിക്കാരി ക്രൂരമായ കൂട്ടബലാത്സംഗത്തിനാണ് ഇരയായത്. പിടിയിലായ അലീനയും സിന്ധുവും ചേർന്ന് ജോലി വാഗ്ദാനം ചെയ്താണ് പരാതിക്കാരിയെ ദുബായിൽ എത്തിച്ചത്. സിന്ധുവും അലീനയും രാജ്യാന്തര സെക്സ് റാക്കറ്റിലെ പ്രധാന കണ്ണികളെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ 2 യുവതികളുടെ പരാതിയിൽ ഇതുവരെ അറസ്റ്റ് ചെയ്തത് 3 പേരെ. മറ്റു 2 പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികളുടെ ഗുണ്ടാബന്ധം DCPയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. ഇപ്പം 3 പ്രതികൾ നമ്മളുടെ കസ്റ്റഡിയിലുണ്ട്. ഇത് ഡീറ്റെയിൽ അന്വേഷണം ചെയ്തിട്ട് നമുക്ക് ശക്തമായിട്ട് പോകാം. ഒരു SIT DCP 1 അശ്വതിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവർ തന്നെ പറഞ്ഞ് കുറച്ചിങ്ങനെ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നത്. സോ അതിൽ എത്ര പേര് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ബട്ട് ഇതുവരെ നമുക്ക് 2 പരാതി ഇട്ടിട്ടുണ്ട്. ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിലാണ് യുവതികളെ വിദേശത്തേക്ക് എത്തിക്കുന്നത്. സെലിബ്രിറ്റികളടക്കം ഉപയോഗിച്ചാണ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ പ്രൊമോഷൻ. പിടിയിലായ അലീന മുൻപും ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുണ്ട്. നിരവധി യുവതികൾ ഈ സെക്സ് റാക്കറ്റിന്റെ വലയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ പരാതികൾക്കും പ്രതികൾക്കും സാധ്യതയുണ്ട്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.